കർത്താവിൻ്റെ പൊന്നു തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു അവസരവും കൂടെ ദാനമായി തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഹാഗിയോസിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സർവശക്തൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രിയ സഹോദരങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുത്ത് തിരുവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ ദൈവത്തോടും ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാസ്റ്റേഴ്സിനും സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും എൻ്റെ വിനീതമായ വന്ദനം. മനോഹരമായ ഗാനങ്ങളും ആത്മീയ ശുശ്രൂഷകളും നടത്തുവാനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിട്ടുള്ള സിസ്റ്റർ പെർസിസിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി, കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് തിരിയാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി വിശുദ്ധ ബൈബിളിലെ ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന 2-ാം ഭാഗത്ത് 1-ാമത്തെ പുസ്തകം മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ഇതാണ് ഇന്നത്തെ സന്ദേശം. കണ്ണ് നന്നാവുക, അപ്പോൾ എല്ലാം ശരിയാവും. കേരളം മുഴുവൻ ഒരു വാൾ പോസ്റ്റ്, ഒരു ബാനർ, ഒരു ബോർഡ് ഇങ്ങനെ നിൽപ്പുണ്ട്, എല്ലാം ശരിയാവും. അതെ, യേശുവരം പറയുക, കണ്ണ് ശരിയായ എല്ലാം ശരിയാവും. കരകളുയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഇവിടെ കണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കർത്താവ് ഇത് പറയുമ്പോൾ അവിടെ കുറേ പേർക്ക് കോങ്കണ്ണായിരുന്നു. കർത്താവ് ഇത് പറയുമ്പോൾ അവിടെ കുറേ പേർക്ക് തിമിരമായിരുന്നു. അല്ല, കർത്താവ് ഉദ്ദേശിച്ചത് കാഴ്ചപ്പാടാണ്. അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനിച്ച് വായിച്ചാൽ ഇങ്ങനെ വായിക്കാം: നിന്റെ കാഴ്ചപ്പാട് ചുവള്ളതാണെങ്കിൽ നിന്റെ ജീവിതം ശരിയാവും. ഹല്ലേലൂയ. ഈ ഹാഗിയോസിൻ്റെ പ്രവർത്തകർക്ക് എന്താ പറ്റിയേ? അവരുടെ കണ്ണിനാണ് മാറ്റം വന്നത്. കാല് പഴയത് തന്നെ, കൈ പഴയത് തന്നെ, പേഴ്സ് പഴയത് തന്നെ, മോട്ടോർ സൈക്കിൾ പഴയത് തന്നെ. പക്ഷെ കണ്ണ് മാറി. കണ്ണ് മാറിയപ്പോൾ കാലിന് ബലം വർദ്ധിച്ചു. ഇതിനു മുമ്പ് പോകാത്ത സ്ഥലങ്ങളിൽ പോകുവാനുള്ള ബലം കാലുകൾക്ക് കിട്ടി. കണ്ണിന് മാറ്റം വന്നപ്പോൾ കൈക്ക് ഭയങ്കര എനർജിയാണ്. കണ്ണിന് മാറ്റം വന്നപ്പോൾ പേഴ്സിനകത്ത് ഒരുപാട് പൈസ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഉണ്ടായിട്ടല്ല. മനുഷ്യർക്ക് എത്ര കിട്ടിയാലും തികയാത്ത കാലമാണ്. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലവും ഉള്ള കൺവെൻഷൻ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഞാൻ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം കുറേ കാലമായിട്ട് ജയിലിൽ പോകണതെല്ലാം പണക്കാരാണ്. റബ്ബർ ഷീറ്റ് കട്ടുകൊണ്ട് പോണവരും സൈക്കിൾ മോട്ടിക്കുന്നവരൊന്നും ഇപ്പം ഇല്ല. ഇപ്പം 1500 കോടിയാണ് കുറഞ്ഞ കള്ളന്മാരുടെ കണക്ക്. 1 കോടി എണ്ണി തീർക്കാൻ ഈ ജീവിതത്തിൽ സമയം കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. അന്നേരമാണ് 1500 കോടി 1.25 ലക്ഷം കോടി ഒക്കെ കട്ടയച്ച് ജയിലിൽ കിടക്കുക. ഇപ്പം മനുഷ്യർക്ക് തികയാത്ത ഒരു കാലം വന്നിരിക്കുകയാണ്.
തികയാത്ത കാലം. എന്തിനാണ് ഈ കട്ട് തിന്നുന്നതെന്ന് പോലും അറിയത്തില്ല. അതായത് എലി വിഷം എടുക്കുന്നത് വിഷാന്ന് ഓർത്തോണ്ടല്ലല്ലോ, നല്ല സാധനം ഓർത്തല്ലേ എടുത്ത് തിന്നുന്നത്. ഇച്ചിരി കഴിയുമ്പോൾ ഒരു തലകറക്കം വരും, അത് കഴിയുമ്പോൾ കണ്ണിക്കൂടെ വെള്ളം വരും, ഇച്ചിരി കഴിയുമ്പോൾ കണ്ണിക്കൂടെ ചോര വരും, പിന്നെ ഇറങ്ങി ഓടും, അത് കഴിയുമ്പോൾ ഉരുണ്ട് വീഴും. ഇത് തന്നെ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാക്രമം കാരണം എന്ത് കയറി മേടിക്കും, തട്ടിപ്പറിക്കും. ഒടുവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലോ തിഹാർ ജയിലിലോ ഒക്കെ ചെന്ന് അവസാനിക്കും. ഇപ്പോൾ എന്തോ ഒരു മാന്യന്മാരുണ്ട് ജയിലിലെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു വലിയ ഹോട്ടലിൽ ഒരു കല്യാണം നടക്കുക. ആ കല്യാണത്തിന് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്നോട് ചോദിക്കുക, ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഏത് റൂമിലാണ് കിടക്കുന്നതെന്ന് അറിയാമോ? അതാ ഞങ്ങൾ ഇച്ചിരി VIP കല്യാണം. അപ്പം ഞങ്ങൾക്കൊരു മുറിയൊക്കെ തന്നിട്ടുണ്ടോ ഒന്ന് ഫ്രഷപ്പ് ആവാൻ. ദൂരെ നിന്ന് ഞങ്ങൾ വരികയായതുകൊണ്ട്. അപ്പോൾ ഫ്രഷപ്പ് ആവാനായിട്ട് മുറി കയറിയപ്പോൾ എന്നോട് അടുത്തിരിക്കുന്ന ആൾ ചോദിക്കുക, ഇതിൻ്റെ ഉടമസ്ഥൻ ഏത് മുറിയില്ലാന്നറിയാമോ? ഇല്ല, പൂജപ്പുരയാന്ന് പറഞ്ഞു. സ്വന്തം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം മനുഷ്യർക്ക് തികയാത്ത കാലത്ത് കയ്യിൽ നിന്ന് കാശെടുത്ത് വഴി കിടക്കുന്നവർക്ക് ചോറുപതി കൊടുക്കണമെങ്കിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതാണ് യേശു പറഞ്ഞ ഈ വാക്യം. നിന്റെ കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ജീവിതം ചുവള്ളതാകും. കാഴ്ചപ്പാട് മാറിയാൽ മനുഷ്യൻ മാറും. കാഴ്ചപ്പാട് മാറിയാൽ അവൻ്റെ കൈകളുടെ പ്രവൃത്തി മാറും, അവൻ്റെ കാലുകളുടെ ചലനം മാറും, അവൻ്റെ നാവിൻ്റെ ഭാഷ മാറും, അവൻ്റെ ഇഷ്ടങ്ങൾ മാറും, അവൻ്റെ അനിഷ്ടങ്ങൾ മാറും, അവൻ്റെ ശത്രുക്കൾ മാറും, മിത്രങ്ങൾ മാറും, നിലവാരം മാറും, സ്ഥിതി മാറും. നിന്റെ കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ജീവിതം മുഴുവനും ചുവള്ളതാകും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. ഞാൻ ആ ശരീരം എന്നുള്ളിടത്ത് ഒരു വ്യാഖ്യാനം ഉപയോഗിക്കുക. ജീവിതം മുഴുവനും ഇരുണ്ടതായിരിക്കും. നിന്റെ കാഴ്ചപ്പാട് കേടുള്ളതെങ്കിൽ നിന്റെ ജീവിതം മുഴുവനും ഇരുണ്ടതായിരിക്കും. അടുത്ത വാക്യം നോക്കൂ. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. നിന്നിലുള്ള വെളിച്ചം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സങ്കീർത്തനം 18 ഒന്ന് ഓടിപ്പോയാൽ 28 വാക്യത്തിലോട്ട് നിങ്ങളുടെ കണ്ണ് പതിയാണെങ്കിൽ ഒരു ഭയങ്കര സംഭവം അവിടെ കിടപ്പുണ്ട്. അതിന് 28 വാക്യം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ആര്? ദൈവം. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് പറയാവോ? ഒരു ദീപമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് കത്തുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ മങ്ങി കത്തുന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ പ്രാർത്ഥനയിൽ ഒരു ദൂത് പറയുകയാണ്, ദൈവമേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തോട് പറ, ഇന്ന് രാത്രി എൻ്റെ അകത്തെ ദീപത്തെ എൻ്റെ ദൈവമേ ഒന്ന് കത്തിക്കണമേ, എൻ്റെ അകക്കണ്ണിനെ ഇന്ന് രാത്രി ഒന്ന് തുറക്കണമേ, ഈ എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണമേ. പ്രൈസ് ദി ലോർഡ്. APJ അബ്ദുൽ കലാം എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു മനുഷ്യനായിരുന്നു. രാഷ്ട്രീയത്തിലും മറ്റും പ്രവർത്തിക്കുന്ന പലരെക്കാളും ഒരുപാട് ബഹുമാനത്തിന് അർഹനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത്, എല്ലാ കുട്ടികളുടെയും അകത്ത് ഒരു വിളക്കുണ്ട്, അത് അപ്പനും അമ്മയും കൂടെ ഊതിക്കെടുത്തരുത്, നാട്ടുകാരത് ഊതിക്കെടുത്തരുത്, പറ്റുമെങ്കിൽ അത് കത്തിക്കണം. അതെ, മനുഷ്യന്റെ അകത്തൊരു ലൈറ്റ് ഉണ്ട്. അത് നമ്മൾ കേൾക്കുന്ന വാക്കുകളും വളരുന്ന സാഹചര്യങ്ങളും നമ്മുടെ വിളക്കിനെ കെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ബൈബിളിലേക്ക് തിരിയുമ്പോൾ, യേശുവിലേക്ക് തിരിയുമ്പോൾ, വചനത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ അകത്തെ വിളക്ക് കത്താൻ തുടങ്ങും. അത് കത്തി തുടങ്ങുന്ന സമയത്ത് ചെറുതാണെങ്കിലും അനുദിനം അത് വികസിക്കും, അത് പ്രകാശിക്കും.
ആളിക്കത്താൻ തുടങ്ങിയ പിന്നെ കെടുത്താൻ പറ്റത്തില്ല. കെടുത്താൻ പറ്റാത്ത ഒരു തീയായിട്ട് ഈ പ്രസ്ഥാനത്തെ ദൈവം മാറ്റട്ടെ, ഈ കൂട്ടായ്മയെ ദൈവം മാറ്റട്ടെ. ആർക്കും തല്ലിക്കെടുത്താൻ പറ്റാത്ത ഒരു വിളക്കായി ഇന്നിവിടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരുടെ അകത്ത് ഒരു വലിയ തീ കത്തിക്കട്ടെ. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു തീ ആളി കത്തുന്നത് എനിക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ട്. പിശാചിന് കെടുത്തി കളയാൻ പറ്റാത്ത, മന്ത്രവാദത്തിന് കെടുത്തി കളയാൻ പറ്റാത്ത, ആഭിചാരത്തിന് കെടുത്തി കളയാൻ പറ്റാത്ത, ആകുല ചിന്തകൾക്ക് കെടുത്തി കളയാൻ പറ്റാത്ത ഒരു വലിയ ദീപം ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ അകത്ത് ദൈവം കത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് സങ്കീർത്തനം 18:28 എന്റെ ദൈവമേ നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതായത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദീപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യന്റെ ഉള്ളിലെ ദീപം അത് ആത്മാവാണ്, സ്പിരിറ്റാണ്. പക്ഷേ അതിപ്പോ ഇരുട്ടില്ല. നോക്കൂ, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ. അപ്പൊ എനിക്ക് എന്റെ അകത്തിപ്പോ ഇരുട്ട. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഒരു മനുഷ്യനെയാണ് ബൈബിൾ കാണുന്നത്. ദൈവം തമ്പുരാൻ അകത്ത് കത്തിച്ച വിളക്ക് കെട്ടുപോയ ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഇരുട്ടിലും അന്ധതമസിലും കിടക്കുന്ന ഒരു ജനം, അകക്കണ്ണ് കുരുടായി പോയ ജനം. യേശു പറഞ്ഞു, തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതെ ഇരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി അകത്തെ വിളക്ക് കെട്ടുപോയ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. എന്നാൽ വചനം ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2, 3, 4 വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ ജയിച്ചടക്കുന്നില്ല. സുവിശേഷത്താൽ അകം പ്രകാശിച്ച ദൈവമൈതലേ, നിന്നിലുള്ള വെളിച്ചം ഒരുപാട് വിളക്കുകളെ കത്തിക്കും. നിന്നിലുള്ള വെളിച്ചം ഒരുപാട് വിളക്കുകളെ കത്തിക്കും. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ കയ്യിൽ ഒരു മെഴുകുതിരി, ആ മെഴുകുതിരി കൊണ്ടുപോയിട്ട് വേറൊരു മെഴുകുതിരി കൊണ്ട് കത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ വിളക്ക് പോവോ? നിങ്ങളുടെ വെളിച്ചം പോവോ? ഇല്ല. അപ്പുറത്ത് എന്ത് സംഭവിച്ചു? നല്ല വെളിച്ചം. അത് എത്ര കത്തിയാലും നിനക്ക് ഒരു ദോഷം വരികയില്ല. അടുത്തതിന് കൊടുത്തു, അടുത്തതിന് കൊടുത്തു, അടുത്തതിന് കൊടുത്തു, നിനക്കൊരു കുറവും വരുന്നില്ല. ഇതാണ് ഈ വെളിച്ചത്തിന്റെ ശക്തി. ഇത് ആയിരങ്ങളിലേക്ക് പകർന്നാലും നിന്റെ വെളിച്ചം കുറയുന്നില്ല, അതാളി കത്തിക്കൊണ്ടിരിക്കും. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ ജയിച്ചടക്കുന്നില്ല. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഇരുളിലും അന്ധതമസിലും ഇരിക്കുന്ന ജനം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ജനം, ദൈവത്തെ കാണാൻ കഴിയാതെ അകക്കണ്ണ് കുരുടായ ജനം, ഭൗതികമായത് മാത്രം കാണാൻ കഴിയുന്ന ജനം, ലൗകികത മാത്രം കാണാൻ കഴിവുള്ള ജനം, പൈസയും സ്ഥാനമാനങ്ങളും ലോകവും ലൗകികതയും മാത്രം കാണാൻ പറ്റുന്ന കണ്ണുള്ള ജനത. ഇതിന്റെ നടുവിലാണ് കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമെന്ന് പറഞ്ഞ് ഒരു കൂട്ടരിറങ്ങിയിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമെന്ന് പറഞ്ഞ് ഒരു കൂട്ടരിറങ്ങിയിരിക്കുക. കാണുന്ന കെട്ടിടം താൽക്കാലികം, കാണുന്ന വീട് താൽക്കാലികം,
ചിലത് കണ്ടവർക്ക് മാത്രമേ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്നതിനെ മാത്രം നോക്കി പിന്തുടരുന്നവൻ കുഴഞ്ഞു പോകും. അങ്ങനെ മുഴുവൻ മനുഷ്യരും ഇരുട്ടിൽ കിടക്കുക. യേശുവിന്റെ പ്രവർത്തനം ഒരു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ എഴുതുകയാണ്, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. എന്താ ഇത്? സുവിശേഷ യേശുവ. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണ നിഴലിൽ ഇരുന്നവർ വലിയ പ്രകാശം കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിഞ്ഞ ദൈവജനമേ, ബൈബിൾ അകത്ത് കയറിയ വിശ്വാസി, സുവിശേഷത്തിന്റെ പ്രകാശം അടിച്ച കുഞ്ഞെ, ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട ദൈവ പൈതലെ, സുവിശേഷത്തിന്റെ അഗ്നി അകത്ത് കത്തുന്ന ദൈവദാസനെ, എത്രയോ ബാക്കിയുള്ളവനാ. നിന്റെ അകത്തെ വിളക്ക് ദൈവം കത്തിച്ചു. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഹല്ലേലൂയ. മനുഷ്യന്റെ അകത്തൊരു വിളക്കുണ്ട്, പക്ഷെ അത് ഇരുണ്ടുപോയി, അത് കുരുടായിപ്പോയി. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അങ്ങനെ കുരുടായ കണ്ണ്, ഇരുണ്ടുപോയ ഹൃദയം, തപ്പിത്തടയുന്ന മനുഷ്യൻ, ഇവനെ പ്രകാശിപ്പിക്കുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ ദൂത് പറയുവാൻ ദൈവം നമ്മെ ഈ തലമുറയിൽ വിളിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഉള്ളിലേക്ക് സുവിശേഷത്താൽ ഉണ്ടായ ആ ചെറിയ വെളിച്ചം, ആ വെളിച്ചം ഇരുളിലാണ് പ്രകാശിക്കേണ്ടത്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. സ്തോത്രം. മത്തായിയിൽ വായിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഈ വെളിച്ചം അകത്ത് ലഭിച്ചവർ അത് വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വെച്ചാൽ അത് ഇരുട്ടുപോകും, അത് കെട്ടുപോകാൻ സാധ്യതയില്ല. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പ്രകാശനം ലഭിച്ചവർ, വചനം അറിഞ്ഞവർ, സത്യം അറിഞ്ഞവർ തിരിച്ചു പോയാൽ അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി പോകും. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര കഠിനം. ആത്മീയത്തിൽ വന്നിട്ട് അത് അതിൻ്റെ ഉള്ള നിലയിൽ ശോഭിക്കുന്നില്ലെങ്കിൽ അവൻ പുറത്തുള്ളവനേക്കാളും വൃത്തികെട്ടവനായി പോകും. സത്യമായ കാര്യമാണ്, സത്യമായ കാര്യമാണ്. ഈ 2-3 ദിവസത്തെ പത്രവാർത്ത വായിച്ചാൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, കാട്ടിലാണോ നാട്ടിലാണോ തോന്നിക്കും. ഈ 2-3 ദിവസത്തെ പത്രം വായിച്ചാൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ മൃഗങ്ങളുടെ ഇടയിലാണോ മനുഷ്യരുടെ ഇടയിലാണോ തോന്നിക്കും. ഒരു യൗവനക്കാരൻ ഒരു പിതാവിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് റോഡ് സൈഡിൽ എറിഞ്ഞിരിക്കുന്നു. ഇത് ചാനലുകൾ ആഘോഷിക്കുന്നു, പത്രങ്ങളിൽ വലിയ സ്ഥാനം പിടിച്ചിരിക്കുന്നു. മനുഷ്യനാണോ മൃഗമാണോ നമുക്ക് ചുറ്റും താമസിക്കുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകളൊക്കെ 2 കാലേ നടക്കുന്നു. മനുഷ്യനാണോ മൃഗമാണോ? നാളെ ആർക്കായി ഇത് സംഭവിക്കാൻ പോകുന്നത്? മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോവുക, ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോവുക. നിന്റെ ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലുത്. ഇതിന്റെ നടുവിൽ വെളിച്ചത്തിന്റെ മക്കളായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീ എന്റെ ദൈവത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അത് കഴിയും എന്ന് സംഭവിക്കുന്നറിയാമോ? 18-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് വായിക്കുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ദൈവം നമ്മുടെ ദീപത്തെ കത്തിച്ചാൽ, ദൈവം നമ്മുടെ അകത്ത് പ്രകാശം തന്നാൽ, നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ, നമ്മുടെ ഇരുണ്ടുപോയ ഉൾക്കണ്ണ് ഇന്ന് രാത്രി തുറന്നാൽ, തുടർന്ന് നമ്മുടെ കാലുകൾക്ക് ബലം ലഭിക്കും. തുടർന്ന് നമ്മുടെ അകത്ത് അസാധാരണ ധൈര്യം ലഭിക്കും. നോക്കൂ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഞാൻ യുദ്ധം കാണുമ്പോൾ പുറകോട്ട് ഓടിക്കൊണ്ടിരുന്നവനാണ്. ഇപ്പോൾ ഞാൻ യുദ്ധമേഖലയിലേക്ക് ഓടാൻ ബലപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എന്റെ കണ്ണ് തുറന്നതുകൊണ്ട്, എന്റെ ദീപത്തെ എന്റെ ദൈവം കത്തിച്ചത് കൊണ്ട്. എന്താ കാര്യം?
അവന് അവന്റെ ബലം മനസ്സിലായി, അവന്റെ അഭിഷേകത്തിന്റെ ശക്തി മനസ്സിലായി. ഒരു ദൈവ പൈതൽ മാത്രം നിന്നാൽ മുഴു ലോകത്തുമുള്ള പിശാചുക്കൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെ രാവിലെ കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളം പട്ടണത്തിനടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞു. സാത്താന്യ പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷമായ ടെമ്പിളുകൾ വന്നു തുടങ്ങി. നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും കുറെ കൂടെ പരസ്യമായ പ്രവർത്തനങ്ങൾ വന്നു തുടങ്ങി. അതിനെക്കുറിച്ച് ഇവർ വർണ്ണിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ്. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. മോശയെ ദൈവം ഈജിപ്തിന്റെ മുമ്പിൽ, ഫറവോന്റെ മുമ്പിൽ നിർത്താൻ എത്ര വർഷത്തെ ട്രെയിനിങ് കൊടുത്തെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അറിയാവോ? മോശയെ ഫറവോന്റെ മുമ്പിൽ നിർത്താൻ ദൈവം എത്ര വർഷത്തെ ട്രെയിനിങ് കൊടുത്തു? 40 ഉള്ളോ? 80. സ്വത്രം ഇങ്ങനെ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് മോശ തന്റെ ദൗത്യത്തിലേക്ക് കയറുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില അടയാളങ്ങൾ കാണിച്ചപ്പോൾ രാജാവിന്റെ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ടവരെ വിളിച്ചു. ഈ മനുഷ്യൻ കാണിച്ച കണ്ടോ, വടി പാമ്പായിരിക്കുന്നു, ഉണക്ക വടിക്ക് ജീവൻ വെച്ചു. കണ്ടോന്ന് ചോദിച്ചു. മന്ത്രവാദി പറഞ്ഞു ഒന്നും പേടിക്കണ്ടാവും, ഞങ്ങൾ ചെയ്യാവുന്നു, നിഷ്പ്രയാസം. അവര് പോയി കുറെ വടി കൊണ്ടു. ഇവിടെ ഒരു വടിയേ ഉള്ളൂ, അവരൊരു 100 വടി കൊണ്ടു. ഏതാണ്ടൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൈയൊക്കെ ഒന്ന് കറക്കി അങ്ങോട്ടിട്ടു. എല്ലാം പാമ്പായി. എന്റെ ചോദ്യം, ദൈവം ഇവിടെ ഒരു അഭിഷേകത്തിന് ട്രെയിനിങ് കൊടുക്കുമ്പോ സാത്താൻ 100 കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സാത്താന്യ മണ്ഡലത്തിൽ നടന്ന ട്രെയിനിങ് മോശ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ വന്നവർക്കെല്ലാം വടി പാമ്പിടാൻ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുമോ? അവരും മന്ത്രവാദ കോളേജിൽ ട്രെയിനിങ് എടുക്കുകയായിരുന്നു. നമ്മൾ അറിയുന്നില്ല സാത്താൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. സാത്താൻ ആരെയൊക്കെ നമുക്കെതിരെ ഒരുക്കുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ 1000 പേരെ ട്രെയിനിങ് കൊടുത്താൽ നിന്നിൽ ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് കഴിയത്തില്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ മുമ്പിൽ 1,00,000 മന്ത്രവാദിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആരാധിക്കാൻ വരം ലഭിച്ചവൻ, പ്രാർത്ഥിക്കാൻ വരം ലഭിച്ചവൻ, അഭിഷേകത്താൽ നിറയപ്പെട്ടവൻ, അവൻ ഇന്ന് രാത്രി ഉറയ്ക്കട്ടെ. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, 15 മിനിറ്റായി നിങ്ങൾ സാത്താന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സാത്താനെ ഇവിടെ ഇരുന്ന് മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണ്ട. അപ്പൊ ഒരാൾ ചോദിച്ചു, അതെല്ലാം അറിഞ്ഞു പ്രാർത്ഥിക്കണ്ടേ? ഞാൻ ചോദിച്ചു, മോശ ഇതുവല്ലോ അറിഞ്ഞായിരുന്നോ? അവന്റെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചാൽ നീ തലയിറങ്ങി വീഴും. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല? അവന്റെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് 2-3 ദിവസം പഠിച്ചു, അതോടുകൂടെ തീരും. അത്ര ഇൻഫ്ലുവൻസ് അതിനുള്ളത്. അതുകൊണ്ട് പൗലോസ് അത് പഠിപ്പിക്കുന്നത്, യേശു അത് പഠിപ്പിക്കുന്നത്, നീ ദൈവത്തിന്റെ വചനം മാത്രം വായിച്ചാൽ മതി. സാത്താന്റെ പദ്ധതി ഒന്നും പഠിക്കണ്ട. ദൈവത്തിന്റെ വചനം വായിക്ക്. നിനക്ക് ലഭിച്ച അഭിഷേകത്തെ നീ ജ്വലിപ്പിക്ക. നിനക്കെതിരെ ഉണ്ടാക്കുന്ന 1000 വലിക്കുക. ഇപ്പൊ ഇവിടെ എത്ര മന്ത്രവാദിയുണ്ട്? അവര് മിഷണറിമാരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞു, അവരുടെ പ്രാർത്ഥനാ ലിസ്റ്റ് പാസ്റ്ററുടെ പേര് കയറിയിട്ടുണ്ടെന്ന്. സന്തോഷമായി. അങ്ങനെയായി നമ്മുടെ പാതാള ലോകം അറിഞ്ഞല്ലോ. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പുതിയത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ അവിടെ അത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതിന് എന്നാ പണി? നമുക്ക് വേറെ മരുന്നുണ്ടോ ചെയ്യാൻ? നമ്മുടെ ഈ പഴക്കം ചെന്ന ഒരു മരുന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. വേറെ ഒരു മരുന്ന് നമ്മുടെ കയ്യിലില്ല. സ്തോത്രം. വീണ്ടും അവരുടെ
എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയെന്നുള്ള കഥ അവർ പറയുന്നത് കിടക്കും. ഞാനും ഞെട്ടിപ്പോ. ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. കുഞ്ഞുങ്ങളെ ബലി കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കെട്ടുകഥയാണോ നേരാണോ എല്ലാ കാലം തെളിയിക്കും. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും പഠിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ചിന്ത, 100 കണക്കിന് മന്ത്രവാദികളെ നെബൂഖദ്നേസർ ട്രെയിനിങ് കൊടുത്തു. ദാനിയേൽ എന്ന ഒരൊറ്റ മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 100 കണക്കിന് മന്ത്രവാദികളെ കേന്ദ്ര ഗവൺമെന്റിന് ശമ്പളം കൊടുത്ത് നെബൂഖദ്നേസർ പരിചയിപ്പിച്ചു. ഒരൊറ്റ ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മന്ത്രവാദികളുടെ വീട് കുപ്പക്കുണ്ടാക്കുന്ന ഒരു പുതിയ ബില്ല് അവിടെ പാസ്സായി. ബൈബിൾ വായിച്ചു നോക്കണം. മോശയുടെ ചരിത്രം മാത്രമല്ല, ഏത് കാലത്തും യഥാർത്ഥ വെളിച്ചം പ്രകാശിച്ചാൽ ഇരുട്ടിന്റെ കോട്ടയിൽ വിള്ളലുണ്ടാവും. ദൂത ഞാൻ പറയുന്നത്, ഇരുട്ടിന്റെ കോട്ട പഴക്കം ചെന്നതാ. കൊല്ലത്ത് വ്യാപരിക്കുന്ന വാഴ്ചകൾ പഴക്കം ചെന്നതാ. കൊല്ലത്ത് വ്യാപരിക്കുന്ന വാഴ്ചകൾ പഴക്കം ചെന്നതാ. സുവിശേഷത്തിന്റെ ശക്തി അഭിഷേകം പ്രാപിച്ചവൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പഴക്കം ചെന്ന കോട്ടകൾ ഇടിയും. നെബൂഖദ്നേസറിന്റെ കാലത്ത് ആഭിചാരകന്മാർക്കും വെളിച്ചപ്പാടന്മാർക്കും ശകരവാദികൾക്കും ഹൈ സാലറിയാണ്. ആർമി, എയർഫോഴ്സ്, നേവി, ആഭിചാരകൻ, 4 ഡിപ്പാർട്ട്മെന്റ്. ഒരു എമർജൻസി വന്ന ആർമി അല്ല വിളിക്കുന്നത്, ആഭിചാരകന്മാരെ വിളിക്കുന്നത്. ബൈബിൾ തുറന്ന് നോക്ക്. പെട്ടെന്ന് ആഭിചാരകന്മാരെ വിളിച്ചാൽ പറഞ്ഞെങ്കിൽ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുക. ഈ പുള്ളി സ്വപ്നം കണ്ടാൽ എന്തിനാ പറയുന്നത്? ഈ സ്വപ്നത്തിലുള്ള തട്ടിപ്പുണ്ടായിരുന്നു ജീവിക്കുന്നത്. ഇതിനു മുമ്പെല്ലാം സ്വപ്നം കണ്ടേച്ച് സ്വപ്നം എന്ന് പറയും. പുള്ളി ഇവരൊരു അർത്ഥം പറയും, ഇവരെ കമ്പനി കൂടി ഒരു അർത്ഥം പറയും. അതിപ്പോ നേരാണോ നോടെയാണോ നോക്കാൻ വേറെ ഡിക്ഷണറി ഇല്ല, ഗൂഗിളില്ല. എന്നാ ശരിയാണ്. അതായത് എന്നോടൊരു അമ്മാമ്മ എപ്പോഴും നമുക്ക് സ്വപ്നം പറയും. അർത്ഥം ഞാൻ പറയണം. ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്. ഒരു ദിവസം എന്നോടൊന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഒരു ആനയെ കണ്ടു. എന്നെ അർത്ഥമൊക്കെ ഞാൻ അപ്പൊ ഞാനൊരു ചെറിയ യുക്തി ചോദിച്ചു. അതിന്റെ പുറത്തു വല്ലതും ഉണ്ടോ? ഒരാളോ അങ്ങയുടെ കൈ വല്ലതും ഉണ്ടോ? ഒരു കുടയുണ്ട്. കുട ദൂർത്താണ് പിടിച്ചിരിക്കുന്നത്. അതെ, അമ്മ പേടിക്കണ്ടത്. പിന്നെ എന്നെ അർത്ഥം ചോദിച്ചില്ല, അർത്ഥം എനിക്കും അറിയുന്നില്ല. ഇതാണ് ഈ സ്വപ്നം പറയുമ്പോൾ അർത്ഥം പറയാനുള്ള ഗുണം. ഞാനൊരു അർത്ഥം പറയുന്നു, നിങ്ങൾ സമ്മതിച്ചേ പറ്റും. ദൈവം തമ്പുരാൻ പണി കൊടുത്തോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ പുള്ളി സ്വപ്നം മറന്നു പിടികിട്ടിയോ? ഇത്ര നാളത്തെ ഉടായ്പ ഇനി നടക്കുക. കാരണം സ്വപ്നം പറയണം. അർത്ഥം പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. സ്വപ്നം പറഞ്ഞാൽ വല്ലതും പറഞ്ഞാൽ പറ്റുമോ? വല്ലതും പറഞ്ഞാൽ പറ്റുമോ? കേട്ടോ, അഹീതോപ്പേലിന്റെ ആലോചനയെ വ്യക്തമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായി വേലയ്ക്കെതിരെ പോരാടുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ അവന്റെ ആലോചനയെ വ്യക്തമാക്കി നിന്റെ മുൻപിൽ വലിയ കൊയ്ത്ത് തരുവാൻ ദൈവത്തിന് കഴിയും. സ്വപ്നം മറന്നുപോയി. സ്വപ്നം മറന്നുപോയി. നിങ്ങൾ സ്വപ്നം പറയണം, അർത്ഥം പറയണം. അവരുടെ ഇവര് പറഞ്ഞു, സാറേ ഇതിനു മുമ്പ് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു കേസ് വരും. ഇതിനു മുമ്പ് എല്ലാം സ്വപ്നം പറയും, അർത്ഥം പറയും. മനസ്സിലായി? നിങ്ങളുടെ വേല കയ്യിലിരിക്കട്ടെ. സ്വപ്നം പറഞ്ഞാൽ അർത്ഥം ശരിയാണെന്ന് ഞാൻ അതിൽ മനസ്സിലാക്കും. ഇത്രയും ബോധം പുള്ളിക്ക് വന്നല്ല. ഇത്രയും കാലം ശമ്പളം കൊടുത്തിട്ട് ഇപ്പോഴാണ് ബോധം വന്നത്. സ്വപ്നം നിങ്ങൾ പറഞ്ഞാൽ അർത്ഥം ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. പുള്ളി കണ്ടതൊരു വലിയ ബിംബമാണ്. ഒരു പുള്ളി സ്വപ്നം പറയാ, ഒരു 18 അടി നീളമുള്ളൊരു പാമ്പ്, മതി നിർത്തിക്കോ. ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല, പോകും. ഇതാണ് സ്വപ്നം പറയേണ്ടി വരുമ്പോഴുള്ള പ്രശ്നം. മറ്റൊന്ന് വന്നിട്ടൊരു വലിയ വാഴ ഞാൻ കണ്ടു, മതി നിർത്തിക്കോ, വീട്ടിൽ പോകും. ഇനി മേലെ ചോദ്യം തുടരണ്ട. വേറെ തുടർന്ന് പറഞ്ഞു, ഒരു വലിയ ലോറി കണ്ടു,
തിരുമേനി അതിലിരിക്കുന്നു, നിർത്തിക്കോളം പറയും. കാരണം കണ്ടവനറിയാം. അതാണ് സ്വപ്നം ദൈവം മറപ്പിച്ചു കളഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ടെക്നോളജി പിശാച് നിനക്കറിയാവോ? നീ ഇന്ന് വരെ ചിന്തിക്കാത്ത പദ്ധതികളിലൂടെ ദൈവം തന്റെ വേല ഇവിടെ ചെയ്തെടുക്കും. നീ ഇന്ന് വരെ വിചാരിക്കാത്ത ആളെ കൊണ്ട് ദൈവം തന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുത്തും. അല്പമായ ഉപകരണം കൊണ്ട് മഹത്തായ വേല ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ആമേൻ. നെബൂഖദ്നേസരേ, ഇത് സമയം വന്നിരിക്കുക. ഒരുത്തൻ, ഒരുപാട് ആളൊന്നുമില്ല, ഹാഗ്യോസിലുള്ള ടീമില്ല അവർക്ക്. ഞാൻ എണ്ണി നോക്കി 14 പേര് അവിടെ ടീഷർട്ട് ഇട്ട് നിന്നത്. ടീഷർട്ട് ഇടാത്തത് അതിൽ കൂടുതലും ഉണ്ട്. പ്രൈസലോ. നിങ്ങൾക്കുള്ള എത്രയൊന്നും മെമ്പേഴ്സ് ദാനിയനില്ല. 3 പേരെ കണ്ടേ റൂമിലുള്ളൂ. പക്ഷെ അത് പ്രയറായിരുന്നു. അതൊരു പ്രയറായിരുന്നു. അതൊരു പ്രയർ സെല്ലായിരുന്നു. ശക്തമായി പ്രാർത്ഥിക്കുന്ന 3 പേര് ഈ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. വലിയ മാറ്റം സംഭവിക്കും. എനിക്കൊരു വലിയ സ്വപ്നമുണ്ട്. പ്രാർത്ഥനയാൽ ഈ രാജ്യം കുലുങ്ങാൻ പോവുക. പ്രാർത്ഥനയാൽ ഈ രാജ്യം കുലുങ്ങാൻ പോവുക. അഭിഷേകമുള്ള ചെറുപ്പക്കാര് ഇവിടെ എഴുന്നേൽക്കാൻ പോവുക. ആരാധിക്കുന്ന, അഭിഷേകമുള്ള, വിശുദ്ധ ജീവിതം നയിക്കുന്ന, കണ്ണ് ചൊവ്വുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്ത് എഴുന്നേൽക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ. കണ്ണു ചൊവ്വുള്ള ചെറുപ്പക്കാരുടെ എഴുന്നേൽക്കണം. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണു വെട്ടിച്ച് നോക്കാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കാതെ, അകക്കണ്ണ് തുറന്നവർ ഇവിടെ എഴുന്നേറ്റാൽ അവരെ കൊണ്ട് ഈ രാജ്യത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്വന്തം ദാനിയേൽ മുട്ടുകുത്തി. ദാനിയേലിന് മുമ്പ് ആദ്യത്തെ സബ്ജക്ട് എന്താണെന്നറിയോ? ഭക്ഷണത്തിന്റെ പ്രശ്നത്തിൽ ഒരു ചെറിയ പ്രശ്നം. വിഗ്രഹാർപ്പിതം തിന്നണം. നിന്റെ ശുശ്രൂഷ കളയാനായിട്ട് എന്തെങ്കിലും കെണി കൊണ്ടുവരും. നിന്റെ കണ്ണ് മങ്ങിക്കാനുള്ള എന്തെങ്കിലും പരിപാടി കൊണ്ടുവരും. വീഴരുത്, പിടിച്ചു നിൽക്കണം. കണ്ണ് മങ്ങിപ്പോകുന്ന സമ്മാനങ്ങൾ സൂക്ഷിച്ചൊഴിഞ്ഞോണം. ഒരു ഫുഡല്ലേ, നിങ്ങൾ പഠിക്കണം ഫുഡിനെ കുറിച്ച്. സകല ഉടമ്പടിക്ക് മുമ്പ് ഒരു ഫുഡുണ്ട്. ഫുഡ് വലിയ സംഭവമാണ്. യേശു കർത്താവ് തന്നെ നിയമം സ്ഥാപിക്കുമ്പോഴും ഒരു ഫുഡല്ലേ കൊടുത്തത്. പിന്നീടല്ലേ അത് കർത്തൃമേശയായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഒരു ഫുഡല്ലേ ഓർത്ത് വല്ലതൊക്കെ പലയിടത്തും പോയി സ്വോത്രം ചെയ്യാതെ കഴിച്ചേച്ച് നിന്റെ അകത്ത് ഇരുട്ട് കയറ്റരുത്. നിന്റെ അകത്ത് ദൈവം തന്നെ അഭിഷേകം കളയരുത്. എന്തു ചെയ്തു? ദാനിയേൽ പറഞ്ഞു കഴിക്കാൻ നോക്കുക. കൂട്ടുകാരോട് പറഞ്ഞു കഴിക്കില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു. പിന്നെ വഴക്കുണ്ടാക്കാതെ അതൊന്ന് അവതരിപ്പിക്കാം. അല്ലാതെ അങ്ങോട്ട് ഇരുന്നോട്ട് യേശുവിന്റെ രക്തത്താൽ ജയം, ഞങ്ങളിത് കഴിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അടി കിട്ടും. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് പ്യുവർ വെജിറ്റേറിയൻ ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ അവിടെ രക്തം ജയം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിനാണ് പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറയുന്നത്. ഞങ്ങൾ വെജിറ്റേറിയനാ സാറേ. പറഞ്ഞ അയാൾ പറഞ്ഞു, നിങ്ങൾ വെജിറ്റേറിയനാ, പക്ഷെ ഈ രാജ്യം ഞങ്ങളുടെയാണ്. ഇവിടെ എന്ത് തരുന്നു അത് കഴിച്ചോണം. അയ്യോ, അത് പറ്റത്തില്ലല്ലോ. ഇത് ഇതേ തരാൻ നിയമമുണ്ടോ? അപ്പൊ പിന്നെ സ്നേഹത്തിൽ സംസാരിച്ചു, നയത്തിൽ. സാറേ, റിയൽ പ്രോബ്ലം ഇല്ല. പറയാം, റിയൽ പ്രോബ്ലം പറയാം. ഇവിടെ മട്ടനും തുടങ്ങിയുള്ള ഐറ്റംസ് കഴിക്കുന്നവരെക്കാൾ നിങ്ങൾക്ക് തൂക്കം കുറഞ്ഞു പോകും, ആരോഗ്യം കുറയും. അപ്പൊ എന്നെ പിടിക്കും. എനിക്ക് ട്രാൻസ്ഫർ അല്ല, എൻ്റെ തലയാവോ. നമ്മുടെ ഇവിടെ ഇപ്പൊ എന്നെ വന്നാൽ കൂടി പോയാൽ കണ്ണൂർക്ക് ട്രാൻസ്ഫർ അത്രേ ഉള്ളൂ. അവിടെ തലയൊന്നും, എൻ്റെ തല പോവും. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ നോക്കണം. അപ്പൊ ഈ ദാനിയേലൊരു കാര്യം പറഞ്ഞു, സാറേ അത്രയുള്ള പ്രോബ്ലം, തൂക്കം കുറയുകയെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. 10 ദിവസം തന്നാൽ 10 ദിവസം. അത് റിസ്ക്കാണ്. സ്വന്തം പിന്നീട് വീട്ടിൽ പോയി സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് വായിക്കണം ദാനിയേൽ 1-ാം അധ്യായം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരുമ്പോഴേ ഈ വെജിറ്റേറിയൻ കഴിച്ചവർക്ക് കളറ് കൂടിയത്. അതുകൊണ്ട് കളർ കൂടണമെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ കഴിച്ചാൽ മതി. സ്വന്തം ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. കളർ കൂടി, ബുദ്ധി കൂടി, അവർ സ്മാർട്ടായെന്ന് എഴുതിയിരിക്കുന്നു. അവിടെയുള്ള എല്ലാവരെക്കാളും സ്മാർട്ടായത്. എന്തൊരു പരിപാടിയാണ് ദൈവത്തിൻ്റെ. 10 ദിവസം കൊണ്ട് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയുമെന്ന്. പ്രിയപ്പെട്ടവരെ,
വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ നീ തോറ്റുപോകുകയാണ്. വേർപാടിന് വേണ്ടി നിന്നാൽ നീ തോറ്റുപോകുകയാണ്. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നിന്നാൽ നീ തോറ്റുപോകുകയില്ല. ദൈവത്തിന് മാറ്റം വരുത്താൻ അധികം സമയം വേണ്ട. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടി. അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇല്ലാത്ത നിയമം ഉണ്ടാക്കി. അപ്പൊ ഒരു പാഠം പഠിച്ചു, പ്രാർത്ഥിച്ചാൽ നിയമം മാറും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കൊല്ലത്ത് കൂടി വന്ന ജനത്തോട് പറയുന്നു, പ്രാർത്ഥിച്ചാൽ നിയമം മാറും. ആര് ഭരിക്കുന്നു അതൊന്നും കണ്ട് നീ പേടിക്കേണ്ട. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റാൽ നിയമം മാറും. ഈ തീ കെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ഹലോ, വിറക് ഇട്ടുകൊണ്ടിരിക്കണം. പ്രാർത്ഥന നിന്ന് പോകാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? വിഷയങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. ശരിയാ പാസ്റ്റർ, പണ്ടൊക്കെ ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ഹോളില്ലായിരുന്നു. അന്ന് ഞങ്ങൾ അന്തോരം പ്രാർത്ഥിച്ചതായി. ഇപ്പൊ ഹോളായി. ഇനി എന്നാ പ്രാർത്ഥിക്കാനും? പിന്നെ ഒരു പാഴ്സനേജ് അതും കിട്ടി. പിന്നെ ഹോളൊന്ന് എയർ കണ്ടീഷൻ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു, അതുമായി. പിന്നെ ഹോളിന് ഇച്ചിരി കാർ പാർച്ച് വേണമെന്ന് പറഞ്ഞു, അതും കിട്ടി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ഇനിയിപ്പോൾ വല്ല PVP വാർഷികമൊക്കെ നടത്തി സമ്മാനദാനം കൊടുക്കുകയല്ലാതെ ഇനി എന്നാത്തിന് പോകും? തീ കെടാതിരിക്കണമെങ്കിൽ വിഷയം വേണം. പ്രാർത്ഥിക്കാൻ വിഷയമില്ലാതെ വന്നിരിക്കുക വിശ്വാസികൾക്ക്. ഒരു വിഷയമില്ല. കണ്ണ് തുറന്നാൽ നിങ്ങൾ വിഷയം കാണും. ഇവിടെ പറഞ്ഞല്ലോ, വെയിറ്റിംഗ് ഷെഡിന്റെ താഴെ കിടന്നുറങ്ങുന്നവരെ കണ്ടതെന്നാ? വേറെ ആരും എന്താ കാണാഞ്ഞ്? വേറെ ആരും കണ്ടില്ലല്ലോ. അവരെ കണ്ടതെന്താ? നീയൊക്കെ പോണിടത്തൊക്കെ ഇതൊക്കെ ഉണ്ട്, കണ്ടില്ല. ഇന്ന് രാത്രി ദൈവം നമ്മുടെ കണ്ണു തുറക്കട്ടെ. ദൈവം നമ്മുടെ കണ്ണു തുറന്നാൽ നമ്മൾ പലതും കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിയമം മാറ്റി എഴുതി. വീണ്ടും വിഷയം വേണ്ടേ? ഞാൻ ഇങ്ങനെ വിചാരിക്കുക, പ്രാർത്ഥിച്ചു, ദൈവമേ ഈ രാജ്യത്തെ രാജാവിനെ കണ്ണു തുറക്കണം. ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ ഒരു അവസരം തരണം. ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ ഒരു അവസരം തരണം. ഈ രാജ്യത്ത് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ ഒരു അവസരം തരണം. ഈ രാജ്യത്തെ രാജാവിനെ കണ്ണു തുറക്കണം. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് സ്വപ്നം കണ്ടു. സ്വപ്നം മാറുന്നു. ആഭിചാരകന്മാരെ വിളിച്ചു. ആഭിചാരകന്മാരുടെ പണി പോയി. ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ പറഞ്ഞു, ഇത്രയൊന്നും സമയം കളയണ്ട. ആഭിചാരകന്മാരെ കൊല്ലുകയും വേണ്ട, വിഷയിച്ച് തന്നേര്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലേക്ക് രാജ്യത്തെ ദൈവം തരും. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലേക്ക് കാര്യങ്ങളുടെ താക്കോല് ദൈവം തരും. ഇത് ഞാൻ ഇന്ന് രാത്രി വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവചിച്ചു പറയുന്നു. ഞാൻ അതുവഴി അങ്ങോട്ട് പോകാൻ കാരണം എന്നാണെന്നറിയാവോ? സങ്കീർത്തനത്തിലോട്ട് വന്നേ വായിച്ചുകൊണ്ടിരുന്നത്, എന്റെ ദൈവം എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അങ്ങനെ എന്റെ കണ്ണു തുറന്നു കഴിയുമ്പോൾ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. പടക്കൂട്ടമാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു വലിയ സൈന്യത്തിന്റെ നേരെ ഒരു മനുഷ്യൻ ഓടിച്ചെല്ലാൻ ശക്തി ലഭിച്ചത് ദൈവം അവന്റെ കണ്ണു തുറന്നപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ കുറിച്ചു വെച്ചോ, അകക്കണ്ണ് തുറന്നാൽ ധൈര്യം വർദ്ധിക്കും. ദൈവം നിന്റെ കണ്ണു തുറന്നാൽ നിന്റെ ഭയം മാറും. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന മുഴുവൻ ശക്തികളെയും എതിർക്കാനുള്ള കരുത്ത് ദൈവം നിന്റെ കാലുകൾക്ക് തരും. അടുത്ത വാക്യം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ. എന്റെ പൊന്നെ, മതിൽ ചാടാൻ പറ്റുമോ? മതിൽ ചാടി കിടക്കണമെങ്കിൽ അതിന് പ്രത്യേക എക്സർസൈസ് ചെയ്തവർക്കേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ നമ്മുടെ എബിലിറ്റി കൂടും, നമ്മുടെ കഴിവ് വർദ്ധിക്കും. ഇന്നലെ വരെ അസാധ്യമെന്ന് പറഞ്ഞത് ഇന്ന് നിനക്ക് സാധ്യമാകാൻ പോവുക. കഴിഞ്ഞ വർഷം വരെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ചിലത് ഈ വർഷത്തിൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുക. കഴിഞ്ഞ അനേക നാളുകളിൽ നടക്കത്തില്ലെന്ന് നീ വിധി എഴുതിയ ചില കാര്യങ്ങൾ ഈ വർഷത്തിൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുക. നിങ്ങൾ ദൂത് വിശ്വസിക്കുവോ? പ്രവചനം വിശ്വസിക്കുവോ?
എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, കഴിയത്തില്ലെന്ന് പറഞ്ഞ ചിലത് 2016 നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്നു. എനിക്ക് കഴിയില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവം നിന്നെ നിർത്താൻ പോകുന്നു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. Praise the Lord. 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 ദൈവം ഇന്ന് രാത്രി ചിലരുടെ കണ്ണു തുറക്കുന്നു. അതോടുകൂടെ അവരുടെ മുമ്പിൽ തടസ്സമായി നിന്ന ചില മതിലുകളെ അവർ ചാടി കടക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്തു നിന്ന് സുവിശേഷകന്മാരെ ദൈവം വേർതിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവത്തെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കുക. ഓ, എനിക്കത് ഇന്ന് രാത്രി 11 മണി വരെ പറഞ്ഞാൽ തീരത്തില്ല. ദൈവം നമ്മുടെ ദൈവത്തെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടുകാരും നാട്ടുകാരും കൂടെ കൂടി ഉള്ള വിളക്ക് കെടുത്തുക ചെയ്യുന്നത്. സ്വത്രം നെഗറ്റീവായിട്ട് സംസാരിക്കും, നിന്നെ കൊണ്ട് പറ്റുകയെന്ന് പറയും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയ്ക്കകത്ത് ക്രൂരത ചെയ്ത ചെറുപ്പക്കാരനോട് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ അമ്മ പറയാനുള്ളത് എന്താണെന്നറിയോ? എന്നെ കൊള്ളുകയെന്ന് ചെറുപ്പം തൊട്ട് പറഞ്ഞത്. അങ്ങനെയൊരു വിഷയമുണ്ടേ. ഇതൊന്നും പൊതുവെ പറയേണ്ട കാര്യമല്ല, നമ്മുടെ ജോലിയല്ല. നിന്നെ കൊള്ളുകയെന്ന് അപ്പം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവം തിരുത്താൻ പോവുക. നിനക്ക് കഴിവില്ലെന്ന് അമ്മ പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരുത്താൻ പോവുക. നിന്നെ കൊണ്ട് ഒന്നും നടക്കുകയെന്ന് പാസ്റ്റർ പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുത്താൻ പോവുക. നിനക്ക് പ്രാപ്തിയില്ലെന്ന് കൂട്ടുകാർ പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുത്താൻ പോവുക. എന്റെ ദൈവം എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ചെറുപ്പം മുതലേ ഇടിച്ചതാക്കുന്ന, തകർത്ത് കളയുന്ന വാക്കുകൾ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിച്ച് പറയുന്ന പോലെ തോന്നും, തമാശ പറയുന്ന പോലെ തോന്നും, പക്ഷേ നമ്മെ തകർക്കുന്ന വാക്കുകളാണ്. ഞാൻ വായിച്ചൊരു സംഭവം പറയാം. ഒരു കൊച്ചിനെ എല്ലാവരും മണ്ടാന്നാ വിളിക്കുന്നു. ചില മണ്ടത്തിലൊക്കെ അവനുണ്ട്, പക്ഷെ അവന്റെ അമ്മയ്ക്ക് അവനെ വലിയ സ്നേഹം. അതുകൊണ്ട് അമ്മ അവനെ ഇങ്ങനെ എൻകറേജ് ചെയ്യും. എന്നാലും സ്കൂളിൽ പോയി വരുമ്പോൾ കരഞ്ഞോണ്ടാ വരുന്നത്. ഇന്നും എന്നെ മണ്ടാന്ന് വിളിച്ചു. അമ്മ പറയും, മോനെ അവര് മണ്ടന്മാരായതുകൊണ്ട് നിന്നെ അങ്ങനെ വിളിക്കുന്ന സാരമില്ലെന്നൊക്കെ പറഞ്ഞ് മുട്ടയൊക്കെ പുഴുകി കൊടുത്ത് സമാധാനിപ്പിക്കും. എന്തായാലും അമ്മയല്ലേ, അമ്മയ്ക്കും പല ജോലിയാണ്. ഒരു ദിവസം സ്കൂളിൽ വിട്ട് വന്ന് അകലേന്നേ പറഞ്ഞു, അമ്മേ ഇന്ന് എന്നെ മണ്ടാന്ന് വിളിച്ചു. എന്റെ പൊന്നുമോനെ, നീ മണ്ടനല്ലടാ മണ്ട. ഇങ്ങനെയാണ് നമ്മൾ ധൈര്യപ്പെടുന്നത്. നമുക്ക് അത്രേ കഴിവുള്ളൂ. നമ്മൾ പറഞ്ഞു പിടിച്ചു വരും, നമ്മുടെ ഒറിജിനൽ സാധനം പുറത്തു വരും. നമ്മൾ ആരെയും എൻകറേജ് ചെയ്യുന്നവരല്ല. നമ്മൾ ഒരു കല്ലൂടെ എടുത്ത് അവന്റെ തലയിലോട്ട് ഇടും. ഇതാണ് ഞാനൊരു ഇച്ചിരി തലകർക്കായിട്ട് വിഷമിച്ച് എന്റെ ചർച്ചിലിരിക്കുക. എന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഒരു ദൈവദാസം വന്നേച്ച് പറയാ, അങ്ങോട്ട് നോക്കും, എന്നാ ഈ ഹോളിനേക്കാൾ പൊക്കത്തിലാ കുരിശിത്തോട്ട് നിൽക്കുന്നത്, പിന്നെ എങ്ങനെ തല ഇറങ്ങാതിരിക്കും? എന്തൊരു ധൈര്യമല്ലേ! എന്നെ ധൈര്യപ്പെടുത്താൻ വന്ന ആ കുരിശിത്തൊട്ടി അന്ന് എന്റെ തല ഇറക്കുന്നത് പിശാചെന്ന് പറയണമെന്ന് ഓർത്തു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അയാൾ വീട്ടിൽപ്പെടുന്നു. ഒരു ശത്രുവിനും കൂടെ ഉണ്ടാക്കണമെന്ന് ഓർത്ത് ഞാൻ മനസ്സിൽ ശാസിച്ചു, വെളിയിൽ ശാസിക്കില്ല. അത് കഴിഞ്ഞ് ഇപ്പുറത്തിറക്കിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന എന്നാന്ന് ചോദിച്ചു. അയ്യോ, അത് വേറൊരു സാധനം, പയ്യന് പൊതുവെ പറയുന്നില്ല. ഇത് രണ്ടും കൊണ്ടേ തല ഇറങ്ങി. മൂന്നാമത് പുള്ളി പറയുകയാണ്, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച ആൾ തല ഇറങ്ങി മരിച്ചു. ധൈര്യപ്പെടുത്തണം, ധൈര്യപ്പെടുത്തും. എന്റെ ഭാര്യ അടുത്തെന്ന് പറഞ്ഞു, അച്ഛാ അതോട്ട് കാപ്പി പിടിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ എനിക്ക് ഇനിയും കേട്ട എന്റെ കാര്യം തീരുമെന്ന് പുള്ളിക്കാത്തി.
സോ ഇങ്ങനെ നമ്മളെ ദൈവത്തെ കെടുത്തുന്നവരാണ് നമുക്കുള്ളത്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, എന്ന് നിങ്ങൾ ഈ പുസ്തകത്തിലേക്ക് തിരിയുമോ അന്ന് നിങ്ങളുടെ അകത്തെ വിളക്ക് കത്താൻ തുടങ്ങും. എന്ന് നിങ്ങൾ യേശുവിലേക്ക് തിരിയുമോ അന്ന് നിങ്ങളുടെ അകത്തെ വിളക്ക് കത്താൻ തുടങ്ങും. ഈ പുസ്തകം പോലെ പോസിറ്റീവായ ഒരു ബുക്ക് ഉലകത്തിലില്ല. ഞാൻ ഇന്ന് ഓടുന്ന വണ്ടിയിൽ ഇരുന്ന് വീണ്ടും ഈ പുസ്തകം വായിക്കുകയായിരുന്നു. ഇന്ന് കാറിൽ ഇരുന്നുകൊണ്ട് ഞാൻ വായിക്കുകയായിരുന്നു. ഇതുപോലെ എൻകറേജ് ചെയ്യുന്ന ഒരു ബുക്ക്, ഇതുപോലെ അകത്ത് വെളിച്ചം തരുന്ന ഒരു ബുക്ക്, ഇതുപോലെ അസ്ഥികൾക്ക് ജീവൻ തരുന്ന ഒരു ബുക്ക്, ഇതുപോലെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഒരു ബുക്ക്, ഇതുപോലെ ഇരുട്ടിന്റെ മേൽ ജയം തരുന്ന ഒരു ബുക്ക് ലോകത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സങ്കടമുള്ളത്, ഈ ചെറുപ്പക്കാർക്ക് 10 വാക്യം കാണാപ്പാടം പറയാമോ? അറിയാലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വല്ല ബാക്കി മത്സരത്തിന് പഠിച്ച ഉദ്രട്ടുള്ള കാണും. ബാക്കി മത്സരത്തിന് പഠിച്ച എന്നാന്നറിയോ? ആദാം ശേത്ത് ഏനോശ്, ഒരു വാക്യം ഞാൻ പഠിച്ചതല്ലേ പണ്ട് സമ്മാനം മേടിക്കാൻ വേണ്ടി. പിന്നെ വേറൊരു വാക്യം യേശു കണ്ടതിന് വാക്കും. ഇതൊന്നും കൊണ്ട് പിശാചിനോട് ജയിക്കാനൊക്കെയല്ല. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ പോരാട്ടം വരുമ്പോൾ ആദാം ശേത്ത് ഏനോശ് എന്ന് പറഞ്ഞ വല്ല ഗുണമുണ്ട്. ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് ആഴത്തിൽ കത്തിയാൽ നിന്റെ അസ്ഥികൾക്ക് ബലം വരും, നിന്റെ കാലുകൾക്ക് ബലം വരും. നീ പറയും, എനിക്ക് ആരോഗ്യം വർദ്ധിച്ചു, എനിക്ക് ധൈര്യം വർദ്ധിച്ചു, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. സഹോദരങ്ങളെ, തലേ കൈവച്ച് പറയുന്നവരെ ഞാൻ പറയുക, കഴിയുകയല്ലെന്ന്, ഇമ്പോസിബിൾ എന്ന് നീ പറഞ്ഞ ചില മേഖലകളിലേക്ക് ദൈവം നിന്റെ കാലുകളെ ഇന്ന് രാത്രി കയറ്റിവിടാൻ പോവുക. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാലുകൾക്കൊരു പുതിയ ബലം, കൈകൾക്കൊരു പുതിയ ബലം, കണ്ണുകൾക്കൊരു പുതിയ വെളിച്ചം പരിശുദ്ധാത്മാവ് നൽകൂ. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. പുസ്തകം തുറക്കരുത്, ഇങ്ങോട്ട് നോക്കൂ, സമയം പോകും. ഇനി കടലാസ് മറിക്കാനൊന്നും ഇവിടെ നേരെയില്ല. അവിടെ പ്രവാചകനും അസിസ്റ്റന്റും കൂടെ ഒരു മലയിലിരിക്കുക. നേരം വെളുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോ ശത്രു സൈന്യം വന്ന് മൂടിയിരിക്കുക. അസിസ്റ്റന്റ് കിടുകിടാ വിറച്ചു. യജമാനനെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊല്ലാൻ ആൾ വന്നിരിക്കും. വായിച്ചിട്ടുള്ളവരെ അവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ആമ കണ്ടത് സ്വപ്നമോ സത്യമോ? ഉറക്കെ പറഞ്ഞാ സത്യമാ. അവൻ പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ശക്തി സത്യമാണ്, മന്ത്രവാദം സത്യമാണ്, പോരാട്ടം സത്യമാണ്, ഇരുട്ടിന്റെ ഇടപെടലുകൾ സത്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടിയൊരു സാധനമുണ്ട്. അത് നീ അറിഞ്ഞാൽ ഇതൊന്നുമില്ല. അത് നിന്റെ അകത്ത് കത്തിയാൽ ഇതൊന്നുമില്ല. അതിന് നിന്റെ കണ്ണു നോക്കണം. ഗ്ലോറി, ഗ്ലോറി. അവൻ രാവിലെ എഴുന്നേറ്റ് പറയുക, യജമാനനെ, ഒരു സൈന്യം. ഞാൻ വായിച്ചു വീണ്ടും വീണ്ടും ചോദിക്കുക, ഇവന് തോന്നലാണോ? അല്ല. സ്വപ്നമാണോ? അല്ല. ഫാക്ട്. പ്രവാചകനോട് പറഞ്ഞപ്പോ പ്രവാചകൻ അവനെ ശുശ്രൂഷ എന്ന് പറഞ്ഞു വിട്ടില്ല. നീ വീട്ടിൽ പോക്കോ, 2 കൊല്ലം കൂടെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടില്ല. ഇവിടെ ഇനി പഠനമല്ല ആവശ്യം, കണ്ണു തുറക്കുക വേണ്ട. ആ ദേവദാസൻ അവിടെ വന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, എന്റെ ദൈവമേ, ഇവന്റെ കണ്ണു തുറക്കണേ. എനിക്ക് ഇന്ന് രാത്രി അതാ പറയാനുള്ളത്. നിങ്ങളുടെ കണ്ണു തുറക്കണം. കണ്ണ് യോഗമുള്ളതാണ് വിഷയമല്ല. ശരിയോ? എന്റെ ദൈവമേ, ഇവന്റെ കണ്ണു തുറക്കണേ. പ്രാർത്ഥിച്ച് തീർന്നപ്പോ പറയാ, ഒയ്യോ, അവരുടെ സൈന്യത്തിന്റെ എത്ര ഇരട്ടി സൈന്യമാ ദൈവം നമുക്ക് ചുറ്റും നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ രണ്ടാമത്തെ ചോദ്യം, ഈ ദൈവദൂതന്റെ സൈന്യം ഇപ്പോഴാണോ വന്നേ? അല്ല,
നീ ജനിക്കുമ്പോൾ തൊട്ട് നിന്നെ ശത്രു തകർക്കാതിരിക്കാൻ ദൂതന്റെ കാവൽ ഇന്ന് വരെ നിനക്ക് തന്നു. നീ അത് കണ്ടില്ല. നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെ അന്തം കുറിക്കുമെന്ന് പറഞ്ഞ ഒരുപാട് ശക്തികളുടെ നടുവിൽ ഇന്ന് വരെ നിന്നെ നിർത്തിയത് ഈ ദൂതന്റെ കാവല. നീ അത് കണ്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കാണും. 2016 നിന്നെ വെല്ലുവിളിക്കുന്ന മുഴുവൻ ശക്തികളെയും എതിർക്കുവാനുള്ള ഒരു ബലം നിനക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകുക. പ്രസംഗം കേൾക്കാനിരിക്കുകയാണോ വല്ല പ്രാപിക്കാനിരിക്കുകയാണോ? പ്രാപിക്കാനിരുന്നോണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം ഇവിടെ ഒഴുകുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ഈ ഓടിനകത്ത് കത്തുക. ഒരൊറ്റ പ്രാർത്ഥന. എന്റെ ദൈവമേ, ഇവനെ കണ്ണു തുറക്കണേ. അവന് കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ദൈവദാസന്റെ ആ പ്രാർത്ഥനയുടെ ഒരു പരിപാടി കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ചെറിയൊരു ചിരിയൊക്കെ വന്നു. ഇവന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മറ്റവരുടെ കണ്ണ് അടയ്ക്കാൻ പ്രാർത്ഥിച്ചു. അപ്പൊ താക്കോല് നമ്മുടെ ഇല്ല. സ്വത്രം 2 രാജാക്കന്മാർ 6 ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ ഈ ശത്രു സൈന്യത്തിന്റെ കണ്ണൊന്ന് അടയ്ക്കാൻ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ദൈവം ഇത് രണ്ടും ചെയ്യും. ഇത് രണ്ടും ചെയ്യും. ഇത് രണ്ടും ചെയ്യും. ഇത് രണ്ടും ചെയ്യും. നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ പോരാടുന്ന ആ സകല ശക്തികളെയും കണ്ണടയ്ക്കാനും ഇന്ന് രാത്രി ഇവിടെ നിന്ന് കൽപ്പന പുറപ്പെടുക. ആത്മാവിൽ കാര്യങ്ങളെ മനസ്സിലാക്കിക്കോ. ആത്മാവിൽ കാര്യങ്ങളെ മനസ്സിലാക്കിക്കോ. നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ പോരാടുന്ന പോര് ഇന്ന് രാത്രി കണ്ണടച്ചു കളയാൻ കൽപ്പന വരിക. നമ്മൾ ആരാധിക്കാൻ പോവുക. വചനം കേട്ടോ. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ കാണത്തക്കണ എന്നെ കണ്ണു തുറക്കണമേ. ബാല്യക്കാരനെ കണ്ണു തുറന്നു. എലീശ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മാല നിറഞ്ഞിരിക്കുന്ന കണ്ടു. എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ജാതിയുടെ കണ്ണൊന്ന് അടയ്ക്കണം, അന്ധത പിടിപ്പിക്കണം. എലീശയുടെ അപേക്ഷപ്രകാരം ദൈവം അവരെ അന്ധത പിടിപ്പിച്ചു. ഈ വന്ന മുള്ളികൾ മുഴുവൻ കണ്ണുകെട്ടി എന്ന്. കൺകെട്ടൊക്കെ ഇവിടെ ആരാട്ടൊക്കെ പഠിച്ചോണ്ട് വരുന്നേ ഉള്ളൂ. തമ്പുരാൻ കണ്ണുകെട്ടിയാ കെട്ടിയതാ. തമ്പുരാൻ കണ്ണുകെട്ടിയാ കെട്ടിയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, പേടിക്കണ്ട. ദൈവം കണ്ണുകെട്ടുന്ന ദൈവമാണ്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ദൈവത്തിന്റെ ടൂൾസ് ആര് കണ്ടു? ഈ യുദ്ധത്തിനകത്തെ ടെക്നിക്ക് എന്നാന്ന് ചോദിച്ചാൽ അവന്റെ കയ്യിലെ ആയുധം എന്നാന്നറിയണം. അതിനേക്കാൾ കൂടിയ ആയുധം നമ്മുടെ ഇതിലേക്ക് പോകരുതെന്നാണ്. നീ ഒരു കാര്യം ഉറപ്പിച്ചോണം. പിശാച് എന്തെല്ലാം കണ്ടുപിടുത്തം നടത്തിയാലും ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങൾ അവന് പിടികിട്ടത്തില്ല. അവന് പിടികിട്ടാത്തതിനപ്പുറത്താ ദൈവത്തിന്റെ ആയുധങ്ങൾ. ഈജിപ്തിലെ ചക്രവർത്തിയെ വെള്ളം കുടിപ്പിക്കാൻ തവള മതി ദൈവത്തിന്, ഈച്ച മതി ദൈവത്തിന്, കൊതുക് മതി ദൈവത്തിന്. ദൈവത്തിന്റെ ആയുധങ്ങൾ ലോകം കണ്ടിട്ടില്ല. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ ആയുധങ്ങൾ ആര് കണ്ടു? ദൈവനെ കണ്ണങ്ങ് കെട്ടിക്കളഞ്ഞു. നമ്മൾ ഈ ശത്രു സൈന്യത്തെ കുറിച്ച് കണ്ട് പേടിക്കണ്ട. അവന്റെ ചരിത്രങ്ങളൊന്നും വായിച്ച് പേടിക്കണ്ട. ദൈവം ഇന്ന് രാത്രി ഒരു ഓർഡർ ഇട്ടാൽ അവന്റെ കണ്ണ് കെട്ടിപ്പോകും. അപ്പൊ പിന്നെ നീ പോണ വഴി അവൻ കാണത്തില്ല. നിങ്ങൾക്കറിയാമോ, നോർത്ത് ഇന്ത്യ വേല ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ ആർമി ഉദ്യോഗസ്ഥന ആയിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം ഒരു വീട്ടിൽ സ്ഥിരം പോയി ക്ലാസ് എടുക്കും. ഈ ക്ലാസ് എടുക്കുന്നത് വേറൊരു പാർട്ടി അറിഞ്ഞു, ഒറ്റ കൊടുക്കും.
ഒരു ടീം ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്നു നിന്നു എന്നാ എന്നോട് പറഞ്ഞത്. ഇദ്ദേഹം 11-12 മണിക്കാണ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. രാത്രി ഒരു ഇടവഴിയിൽ നിന്ന് സ്കൂട്ടറിൽ ഇറങ്ങി വരുമ്പോൾ 4 പേര് അവിടെ നിന്ന് കൈ കാണിച്ചു. എവിടെ പോയതാ? ഇന്നടത്ത് പോയതാ. എന്തിനു പോയതാ? കാര്യമല്ല അവർക്ക് പറഞ്ഞാൽ മനസ്സിലായി. നിന്നെ ഞങ്ങൾ കൊല്ലാൻ വന്നു. അവർ കൊല്ലുന്ന ടീമാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം കുറെ നേരം ഉണ്ടാവും. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഏതായാലും നിങ്ങൾ കൊല്ലല്ലേ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ സമയം തന്നു. ആ പ്രാർത്ഥിച്ചോളാം. കണ്ണടച്ച് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വിട്ടുപോക്കൂ, ഞാൻ അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്, കാരണം നമ്മൾ കൊല്ലത്താണ്, നമ്മൾ ജാർഖണ്ഡിലല്ല. ഈ പുള്ളി സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ഒറ്റ പിടിയും. ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് തീരാൻ നിൽക്കുക. വണ്ടി പോയി. അടുത്ത വളവൊക്കെ ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ നിൽക്കും. ഇതെന്നെ പരിപാടിയാണ്. ഇത് ആർക്കറിയാവുന്ന എന്റെ ചോദ്യം. ഈ പരിപാടി ആരുടെയിലുണ്ട്? റിമോട്ട് ഞെക്കിയ മനോരമ ഏഷ്യാനെറ്റിലോട്ട് ചാടാൻ എത്ര സെക്കൻഡ് വേണം? റിമോട്ട് വിരൽ ഞെക്കിയാൽ മനോരമെന്ന് ഏഷ്യാനെറ്റിലോട്ട് പവർ വിഷനിലോട്ട് ചാടാൻ സെക്കൻഡ് മതിയെങ്കിൽ ദൈവത്തിന്റെ റിമോട്ട് ആര് കണ്ടു? ദൈവത്തിന് കാര്യങ്ങളെ മാറ്റാൻ എത്ര സമയം വേണം? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, ബ്രദറെ സത്യം പറ, അവന്റെ കണ്ണ് കെട്ടി എന്നുള്ള പ്രാർത്ഥിച്ചപ്പോ ഒരു ശബ്ദമല്ലേ കേട്ടെ? അത് വിശ്വസിച്ചുകൊണ്ടാണോ പോയത്? കണ്ണ് കെട്ടി എന്നുള്ള ഉറപ്പിലാണ്. എന്റെ പൊന്നു പാസ്റ്ററെ, നിന്നാലും കൊല്ലും, പോയാലും കൊല്ലും. ഈ കേട്ടത് ശരിയാണെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പോണ വഴി കൊല്ലട്ടെ. കണ്ടോ, അത്രയ്ക്കുള്ള ധൈര്യം നമുക്കുള്ളൂ. പക്ഷെ അത് മതി. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എന്റെ വചനം കാക്കും, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും. നമ്മുടെ വിചാരം നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ കൊണ്ടാകാൻ. ആർക്കാ എന്റെ വിശ്വാസമുള്ള? കാര്യത്തോട് അടുക്കുമ്പോ കാണാം നല്ല ഹോളും നല്ല ഫാനും ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ വിശ്വാസം കൊണ്ട് കത്തി കയറി വരത്തുള്ളൂ. കറണ്ട് പോയാൽ പോകുന്ന വിശ്വാസമല്ലേ? അപ്പൊ വലിയ വിശ്വാസവീരന്മാരൊന്നും ഇവിടെ ഇല്ല. പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ ആ ഉള്ള വിശ്വാസം അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ദൈവം നിന്നെ സഹായിക്കും. അങ്ങനെയല്ലേ ഇവിടം വരെ വന്നത്? സ്വോത്രം 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 സ്വോത്രം. ദൈവം തമ്മിലാണ് അവനെ അന്ധത പിടിപ്പിച്ചു. സ്വോത്രം. അങ്ങനെ ഇവരിവിടുന്ന് ഇറങ്ങിപ്പോയി. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ഇനി ഇതിക്കടെ കണ്ണ് തുറന്നോട്ടെന്ന് ദൈവം ഒറ്റ പ്രാർത്ഥന, യഹോവേ ഇവരുടെ കണ്ണ് തുറക്കണേ. ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടോന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്ക്. വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് റിമോട്ട് ഇരിക്കുന്നത്. ആരൊക്കെ കാണണം, ആരൊക്കെ കാണണ്ട, ആരൊക്കെ ചലിക്കണം, ആരൊക്കെ ചലിക്കണ്ട, ആരൊക്കെ സംസാരിക്കണം, ആരൊക്കെ സംസാരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുവശം പറയാം. ആരെങ്കിലും നിനക്കെതിരെ ചെലയ്ക്കുന്നുണ്ടെങ്കിൽ, കേട്ടായിരുന്നോ? ആരെങ്കിലും നിനക്കെതിരെ ചെലയ്ക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഒരല്പകാലത്തേക്ക് ദൈവം അത് അനുവദിച്ചിരിക്കുക. അത് കഴിയുമ്പോൾ ദൈവം അവന്റെ വായടയ്ക്കും. സിംഹത്തിന്റെ വായടച്ച ഒരു ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവിക്കുന്നു. താങ്ക് യു ജീസസ്. നിന്റെ കണ്ണ് ചുവള്ളതാണെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ ശരിയോ? നിന്റെ കണ്ണ് ചുവള്ളതാണെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ ശരിയാവും. നിന്റെ കാഴ്ചപ്പാട് ചുവള്ളതാണെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ ശരിയാവും. സ്വോത്രം 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 സ്വോത്രം. പ്രാർത്ഥിക്കാൻ പോവാം. പുതിയ നിയമത്തിലോട്ട് കയറുമ്പോൾ ശൗൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അയാളെ യേശു കർത്താവ് തൊട്ടപ്പോൾ അവന്റെ കണ്ണ് പോയി. അവന്റെ കണ്ണ് പോയി. അനന്യാസോട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് താഴെ വിടുന്നത്
ചെതുമ്പൽ പോലെ. പൗലോസിനൊരു കാര്യം മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? കണ്ണ് തുറക്കും. പൗലോസിനൊരു കാര്യം മനസ്സിലായി. പൗലോസ് എഫേസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. അപ്പൊ പ്രാർത്ഥിച്ച കണ്ണു തുറക്കും. അങ്ങനെയാണ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ എൻ്റെ കണ്ണു തുറക്കണേ. ഈ ശത്രുവിനെ കാണാനല്ല, ദൈവത്തിൻ്റെ രഥങ്ങളെ കാണാൻ, അഗ്നിമയമായ രഥങ്ങളെ കാണാൻ, വാഗ്ദത്തങ്ങളെ കാണാൻ, കരുതലുകളെ കാണാൻ. സ്തോത്രം. ഹാഗാർ കൊച്ചിനെ ചാകാൻ വേണ്ടി ഇട്ടേച്ച് ഇപ്പറേ മാറി കരയാം. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം അവളുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തുറന്നിരിക്കുന്ന ഉറവ പോലും കാണാൻ പറ്റാതെ വണ്ണം കണ്ണ് കെട്ടിയിട്ടിരിക്കുക. ദൈവം തുറന്നിരിക്കുന്ന നന്മകൾ പോലും കയ്യിലോട്ട് എടുക്കാൻ പറ്റാതെ വണ്ണം കണ്ണ് കെട്ടിയിട്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കണ്ണിൽ നിന്നൊരു ചെതുമ്പല് പോലെ ചിലത് താഴെ വീഴണം. അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് പ്രാപിക്കണം. ഒരു പുതിയ അഭിഷേകം പ്രാപിക്കണം, ഒരു പുതിയ നിറവ് പ്രാപിക്കണം. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാനുള്ള ബലം കാലുകൾക്ക് പ്രാപിക്കണം. മതിൽ ചാടി കടക്കുവാനുള്ള ഒരു അഭിഷേകം ഇന്ന് പ്രാപിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്. വായ തുറന്ന് കർത്താവേ എന്റെ കണ്ണു തുറക്കണമേ, യേശുവേ എന്റെ കണ്ണു തുറക്കണമേ, എന്റെ കണ്ണു തുറക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ കണ്ണിൽ നിന്ന് തുറക്കണമെന്ന്? ആഗ്രഹമുള്ള ഒരു കയ്യൊന്ന് ഉയർത്തി പിടിച്ചേ, ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ ജീസസ്. നമുക്ക് ഇതുപോലൊരു അവസരം എപ്പോഴും കിട്ടത്തില്ല. ഇതുപോലൊരു ഹോള്, ഇതുപോലൊരു മൈക്ക്, ഇതുപോലെ അഭിഷേകമുള്ള ടീമിനെ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. സിസ്റ്റർ ഫ്രാൻസിസ് ജോൺ ഒരു പ്രാവശ്യം കൂടെ മുമ്പോട്ട് വരും. ഒരു അല്പ മിനിറ്റ് കൂടെ ദൈവത്തെ ആരാധിക്കാൻ പോവുക. ആത്മാവിന്റെ ശക്തിയോടെ നിറവോടെ കർത്താവിനെ ആരാധിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ആവേശം പോരാ, അഭിഷേകം തന്നെ ഇന്ന് രാത്രി പ്രാപിക്കണം. ആത്മനിറവിലേക്ക് ഞാൻ നടത്തപ്പെടാൻ പോവാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോവാ. കണ്ണു തുറന്നാൽ, ദൈവത്തിന്റെ അകത്തെ വിളക്ക് കത്തിച്ചാൽ നിന്റെ ധൈര്യം വർദ്ധിക്കും. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന പോരാട്ട മേഖലയിലേക്ക് ഓടിച്ചെല്ലുവാൻ നിനക്ക് ബലം കിട്ടും. കണ്ണു തുറന്നാൽ ഇന്നലെ വരെ കാണാത്ത ചിലത് കാണും. ഇതുവരെ ശുശ്രൂഷിക്കാത്ത മേഖലകളിൽ ശുശ്രൂഷ വെളിപ്പെടും. നാളുകളായി തകർക്കാൻ വെളിപ്പെട്ട വ്യാപാര ശക്തികൾ അടച്ചു പൂട്ടുന്ന വിധത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ കൈകൾ ഉയർത്തിപ്പിടിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരം ഇവരുടെ മേൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. പൗലോസിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീണതുപോലെ അക്ഷരാർത്ഥത്തിൽ ചിലരുടെ കണ്ണിലേക്ക് ദൈവശക്തി ഇപ്പോൾ അടിക്കട്ടെ. ദൈവത്തിന്റെ അഭിഷേകം ഇവരുടെ മേൽ വരട്ടെ. കാണത്തക്കവണ്ണം, അറിയത്തക്കവണ്ണം ശരീരാത്മ ദേഹികളിൽ ആത്മശക്തി ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. മുമ്പിലത്തെ അറ്റം വരെ, പുറകിലത്തെ അറ്റം വരെ ദൈവശക്തി വ്യാപാരം അയച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇതിനെല്ലാം സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇതിനെല്ലാം സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, എൻ പിതാവ്